ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാളേക്കൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ റൈസാണ്. ഒരു എളുപ്പത്തിലൊരു ലെമൺ റൈസ് എങ്ങനെ വയ്ക്കാമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിനാദ്യമായി ഞാൻ കുറച്ച് ബസുമതി റൈസാണ് വേവിച്ചേക്കുന്നത്. ഒരു 2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി വേവിച്ച് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി പരിപ്പ്, ചുവന്ന മുളക്, കാഷ്നട്ട്, പച്ചമുളക്, കറിവേപ്പില ആണ്. കടുക് ഏകദേശം പൊട്ടി. അത് കഴിഞ്ഞ് നമ്മൾ മുളക് ഇടുകയാണ്. ചുവന്ന മുളക് ഒരു 5 മുളക് ഇട്ടിട്ടുണ്ട്. മുളക് ഏകദേശം നോക്കി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുന്നു. അതിനുശേഷം കാഷ്നട്ട് ഇടുന്നു. കാഷ്നട്ട് ഏകദേശം ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കപ്പലണ്ടി ഇടുന്നു. കപ്പലണ്ടി ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നതിലോട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ചിടുന്നു. ഞാൻ റൈസ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നു. അത് നാരങ്ങ നീരാണ്. ഞാനൊരു വലിയ ലെമൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഇടുന്നു. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇപ്പോൾ നല്ല ലെമൺ റൈസ് റെഡിയാണ്. നല്ല മഞ്ഞക്കളറൊക്കെ ഉണ്ട്, പക്ഷേ വെളിച്ചത്തിലാണ് മഞ്ഞക്കളറായിട്ട് തോന്നാത്തത്. ഓക്കെ, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. Thank you so much.